ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ നമുക്കിന്ന് ഒരു ലഞ്ചിനുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ കണ്ടാലോ. ആദ്യം ചോറ് ഗ്യാസ്മേൽ വെച്ച് മോര് കറിക്കുള്ളത് അടുപ്പത്തിന് അപ്പുറത്തും വെച്ച് ഇത് കരപ്പിടണം. തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ കൂട്ടി അരച്ച അരപ്പ് വയ്ക്കാം. അപ്പോൾ മോര് കറി ഇവിടെ സെറ്റായി. അത് തിളച്ച് വന്നാൽ പിന്നെ മോര് കറി റെഡി. അപ്പോൾ അത് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാബേജ് ഉപ്പേരിയാണുള്ളത്. പൈക്കുള്ളത് തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ച് കൊടുക്കാം. അതിന് ചതച്ചതാണ് ഇതൊക്കെ ചതച്ച് കൂട്ടി യോജിപ്പിക്കാം, മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കടുക് പൊട്ടിച്ച് അടുപ്പത്തിട്ടാൽ പെട്ടെന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മോര് കറി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ കടുകിടേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ മോര് കറിക്ക്. നമുക്ക് ഈ തള വരുമ്പോൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താൽ ആ ഒരു സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. അപ്പോൾ എല്ലാവരും ഇട്ട് കൊടുത്തലുണ്ട്. പിന്നെ നമുക്ക് കാബേജ് ഉപ്പേരി വെക്കാം. പാൻ വെച്ചിട്ടേക്ക് എണ്ണ പാർന്ന് കടുക് പൊട്ടിച്ച് എല്ലാവരും നോർമൽ വെക്കുന്ന പോലെ തന്നെ എണ്ണ പാരുക, കടുക് പൊട്ടിക്കണു, വേപ്പിൻ്റെ ഇല ഇടണം, കാബേജ് ഇട്ട് കൊടുക്കണം, അടച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് സ്ലിമ്മിലായി വെച്ചാൽ സാധനം സെറ്റായി. സ്ലിമ്മിൽ വെച്ചാൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കുക. അത്രയും കുനുകുനാക്കി അരിഞ്ഞുകൊണ്ട് കുനുകുനാക്കി അരിയണം, അത് മസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതിന് കറക്റ്റ് ടേസ്റ്റോ കാര്യമൊക്കെ കിട്ടുക. അപ്പോൾ ഇനി നമുക്കത് നോക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ട് കടുകിട്ടാൽ പെട്ടെന്ന് പൊട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ കടുകിട്ടു. നോർമൽ ഉപ്പേരി തന്നെ എല്ലാവരും വെക്കുന്ന പോലെ നോർമലായിട്ട് കടുകിടണു, വേപ്പിൻ്റെ ഇല ഇടണു, ഉപ്പ് പിന്നെ മറ്റേ അരപ്പിലിട്ടൊക്കെയാണ് എല്ലായിടത്തും ഒരേപോലെ മിക്സ് ആയിക്കോളും വിചാരിച്ചിട്ട്. കാബേജല്ലേ, നൂല് പോലെയല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് മിക്സാകും. അതിന് വേണ്ടി അങ്ങനെ ചെയ്യണതാണ്. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കലെന്ന് കമൻറ്റായി പറയാം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താലുള്ളൂ നിങ്ങൾക്ക് ഞാടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരിക. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കട്ടോ. പിന്നെ അവിടെ ഉപ്പേരി റെഡി. ഉപ്പേരി പിന്നെ പെട്ടെന്ന് റെഡിയാവും. അത് റെഡിയാണെങ്കിൽ നമുക്ക് ചോറ് ഊറ്റിയെടുക്കണം. പിന്നെ ബീഫ് വെക്കാനുണ്ട്. ബീഫൊക്കെ പിന്നെ ഒക്കെ നോർമലായിട്ട് സാധാ പോലെയാണ് വെക്കുന്നത്. സ്പെഷ്യലായിട്ടൊന്നും വെക്കുന്നില്ല. സ്പെഷ്യലായിട്ട് വെച്ച ചിക്കൻ കറി നിങ്ങൾ കണ്ടോ? വീഡിയോസ് കണ്ടോ? എല്ലാവരും അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയോ? നമുക്ക് ബീഫ് വെക്കാം. ആദ്യം കഴുകി എടുക്കണം. അതിനൊരു പാത്രത്തൊക്കെ ചെരിഞ്ഞേക്കണം. അപ്പം അത് വൃത്തിയാക്കി കഴുകി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അത് കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പേരി സെറ്റായിരുന്നു. അപ്പോൾ അത് ഓഫ് ചെയ്തു. ഇനി നമുക്ക് മോര് കറിയിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. കടുക് പൊട്ടിച്ച് ഞാൻ ഈ ടൈമിൽ എണ്ണ അങ്ങനെ തുള്ളി മഞ്ഞൾ ഇട്ട് കൊടുത്താണ്. മഞ്ഞൾ കുറവുണ്ട് തോന്നിയിട്ട് അതാണ് എണ്ണയിലൊരു മഞ്ഞ കളറ്. നമുക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് ഓഫ് ചെയ്യാം. അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇനി നല്ലൊരു വിശേഷമായിട്ട് അടുത്ത ദിവസം വരാം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാം. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ നമുക്ക് ഈ കറിയിലേക്ക് കടുക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം. ചോറ് അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ചോറ് ഊറ്റിയിട്ട് കാണാം. ഇതിന് നമുക്ക് ബീഫിനുള്ള പരിപാടികൾ നോക്കാം. ഞാനൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ചതക്കാനുള്ളതാണ്. അതൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക.
ചതച്ചപ്പോൾ ഞാൻ ജീരകം ഇട്ട് കൊടുത്തിരുന്നു, വലിയ ജീരകം ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ചതച്ചെടുത്ത് ഇനി നമുക്ക് കുക്കറിലേക്ക് ഒക്കെ ഒരുമിച്ചിട്ട് കൊടുത്ത് മസാലപ്പൊടികളും ആഡ് ചെയ്താൽ ബീഫിൻ്റെ പണി കഴിഞ്ഞു. എന്നിട്ട് ഒരു 3-4 വിസിൽ വരെ നല്ലോണം വിസിലടുപ്പിക്കുക. അതിന് ശേഷം നമ്മളൊരു 10-20 മിനിറ്റ് സ്ലിമ്മിലായിടണം. നല്ല വേവുള്ള പോത്തായിരിക്കാം. പോത്താണോന്ന് അറിയില്ല, മൂരിയാണോ അറിയില്ല. എന്തായാലും നല്ല വേവുള്ള ഇറച്ചിയായിരിക്കണം. വെന്തോട്ട് അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് മസാലപ്പൊടികൾ നോർമൽ മസാലപ്പൊടി, പിന്നെ ഓഫ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കറിവേപ്പിൻ്റെ ഇലയും ഗരം മസാലയും ഇടണമെങ്കിൽ ഇടാം. ഞാൻ ഇട്ടിരുന്നു. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇടാം. പിന്നെ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ക്ലീൻ ചെയ്യാണ്ട് പണി കഴിഞ്ഞാൽ പിന്നെ അടുക്കളാകെ പരന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ കുറേ മോറാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് മോറി തുടക്കലൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അവിടെ വെള്ളത്തിലിട്ട് ചരിയൊക്കെ ഉണ്ട്. അപ്പം ചൂടാൻ നമ്മൾ ബീഫ് റെഡി. വിസിലുകൾ വന്നു. പിന്നെ ഇനി സ്ലിമ്മിലാകെ ബീഫ് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ബീഫ് ഓഫ് ചെയ്യട്ടെ. ഓഫ് ചെയ്ത് പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചധികം വെള്ളമുണ്ട്. അപ്പോൾ വറ്റിച്ച് കൊടുക്കുക. കഴിഞ്ഞ് നമ്മൾ ഫുഡ് അടിക്കുക. കഴിഞ്ഞു. ഓക്കെ, ബൈ.